പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനായി ദൈവം ഒരുക്കിയ ഈ വലിയ സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ രക്ഷിതാവായ കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നാം ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മോട് സംസാരിക്കും. മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല, കർത്താവ് തൻ്റെ ആത്മാവിലൂടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്ന തിരുവചനങ്ങൾ നൽകുന്നു. ആ വചനത്താലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആ വിശ്വാസം നമുക്കുണ്ട്, ബോധ്യം നമുക്കുണ്ടല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണ് പല പ്രയാസങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നാം ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം 3-ാം അധ്യായത്തിൽ നിന്നാണ്, ഇബ്രായലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ പ്രധാന ഹെഡിങ്ങിൽ നാം ചിന്തിച്ചു വരുന്നത് യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. അതിൽ നാം ആദ്യമായി ചിന്തിച്ചു യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമതായി നാം ചിന്തിച്ചത് അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആ ഭാഗം കഴിഞ്ഞു. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 3-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. യഹൂദ വിശ്വാസികളെ സംബന്ധിച്ച്, യഹൂദന്മാരെ സംബന്ധിച്ച് മോശ എന്ന് പറയുന്നത് അവരുടെ വളരെ ആദരണീയനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മോശയെ ഉപേക്ഷിക്കുക, മോശയുടെ ന്യായപ്രമാണങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ മോശയെ ഉപേക്ഷിച്ച് വന്ന അവർ വളരെ ഇൻഫീരിയറായിട്ടുള്ള താണതായ യേശുവിനെയാണോ സ്വീകരിച്ചിരിക്കുന്നത് എന്ന സംശയമുള്ള അവരുടെ ആ സംശയത്തെ ദൂരീകരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ലേഖനകർത്താവിൽ കൂടെ ചെയ്യുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. നമ്മളത് കണ്ടു. ഒന്നാമതായി നാം ചിന്തിച്ചത് 2-ാമത്തെ വാക്യത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. യേശു ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കഴിഞ്ഞ് രാത്രിയിൽ ഇതിങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പല ചിന്തകൾ വരികയുണ്ടായി. വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു കാര്യമാണ്. മോശയുടെ ജീവിതത്തിൽ നിന്ന് നാം പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് ഓർക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓർത്തു, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വിശ്വസ്തതയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു നിർവചനം പറയുകയുണ്ടായി. ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും ജീവിതവും വൃത്തിയായി കൊണ്ടുപോകുക എന്നുള്ളതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ മാറി മാറി വന്നേക്കാം. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. 24 മുതൽ വായിക്കാം. 24. സന്തോഷിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഒരു ദൈവവേദൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു എങ്കിൽ ആ വ്യക്തി ആരാണ്? സഭയുടെ ശുശ്രൂഷകനാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകയാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കൃപാവരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? കൃപാവരങ്ങൾ
ഉണ്ട്. എനിക്കെന്ത് കൃപാവരമുണ്ട്. കൃപാവരം എന്തിനാ? എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് കൃപാവരം തന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്കാ? നമ്മൾ വായിക്കുന്ന പൊതു പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. സഭയുടെ ആത്മീകമായ ഉയർച്ചയ്ക്ക്, ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, സഭയെ പരിപോഷിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ കർത്താവിൻ്റെ ദാസന്മാരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് വായിക്കുകയുണ്ടായി. റോമാലേഖനം 6:16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിക്കണം. അവിടെ വായിക്കുന്ന പൗലോസ് പറഞ്ഞ ആ പ്രയോഗം 24-ാം വാക്യത്തിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷകൾ നിവർത്തിക്കാൻ, ഈ കൃപാവരങ്ങൾ നിവർത്തിക്കാൻ എന്ത് വേണം? 24-ാം വാക്യത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രയാസങ്ങളിൽ കൂടെ, മനസംഘർഷങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ കടന്നു പോയേ ഈ ശുശ്രൂഷ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നിവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. എളുപ്പമല്ല അത്. നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ ആരെ നമ്മളെടുത്തോ, മോശയോ അല്ലെങ്കിൽ പ്രവാചകന്മാരെയോ ആരെയും എടുത്ത, കർത്താവിനെ എടുത്തു, ആരെ എടുത്താലും നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു. ഞാൻ വിചാരിക്കുന്നത് കർത്താവിനെ ഏറ്റവും ഉണ്ടായത് എന്ത് കാര്യമായിരിക്കാം? കർത്താവിൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് എന്തായിരിക്കാം? ആരും കൂടെയില്ല, പിതാവ് കൈവിട്ടു എന്നുള്ളത് ശരിയാണ്. ഞാൻ ചിന്തിക്കുന്നത് കർത്താവും കഴിഞ്ഞ 3.5 വർഷം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചേ? ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലേ? കർത്താവ് അവരെ ഊട്ടിയും ഉറക്കിയും അവരെ പഠിപ്പിച്ചും അവരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചും അവരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു കൂടെ കൊണ്ട് നടന്ന അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവർ ചെയ്ത് നമുക്കറിയാം അല്ലേ? അവർ ഇട്ടിട്ട് ഓടിപ്പോയെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ ഞങ്ങൾക്കറിയാൻ പാടില്ല, ആളുമായിട്ട് നമുക്ക് ഒരു ബന്ധവും, നിങ്ങൾ എന്തായി പറയുന്നത് അറിയില്ലെന്നേ. അത് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടുകൊണ്ടിരിക്കുക. നേരിട്ട് പത്രോസ് ഇങ്ങനെ പറയുന്നത്, ഇവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഈ പത്രോസ് പറയുന്നത്, ബാക്കിയുള്ളവർ പറയുന്നില്ലെങ്കിലും അവരുടെ പ്രതിനിധിയായിട്ട് ആര് പറയുമോ? ഈ പത്രോസ് പറയുന്ന ആര് കണ്ടുകൊണ്ടിരിക്കുക? അപ്പോഴും കർത്താവ് ഇതൊക്കെ കഴിഞ്ഞ് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ചെല്ലുക. എന്താ വിളിക്കുന്നത്? കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് കർത്താവ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ആര് ചെയ്യുന്നത്? ഇവിടെ വായിച്ചല്ലോ നമ്മൾ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ, ക്രിസ്തുവിന് കഷ്ടം അനുഭവിച്ചതിൽ വല്ല കുറവുണ്ടോ? നമ്മളതാ ഇനി പഠിക്കാൻ പോകുന്നത്. 7 മുതലുള്ള അധ്യായങ്ങളിൽ അതാ പഠിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, അവൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ എല്ലതും കർത്താവ് എന്ത് ചെയ്തു? നിവർത്തിച്ചു. പക്ഷെ സഭ, ഒരു വ്യക്തിയുടെ ദേഹവും എവിടെയാണ് ഉള്ളത്? സഭയിലാണ് ഉള്ളത്. ആ സഭയിൽ കൂടെ അവൻ്റെ ദേഹിയുടെ രക്ഷയും പിന്നീട് ദേഹത്തിൻ്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്കും അവനെ വളർത്തിയെടുക്കുവാനായിട്ട് ആര് വേണോ? ഇനി പൗലോസ് പറയാം, അത് ഇനി എൻ്റെ ശരീരത്തിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പൂരിപ്പിക്കാൻ പോകുന്നു. അത് പൂർത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നു. അത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണെന്ന് നോക്കിക്കേ. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ, കർത്താവ് മനസ്സിലും, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാണ് വചനം. നമ്മൾ ചിന്തിച്ച്, മോശയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കി. മോശ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ ജീവിച്ചേ? ആദ്യത്തെ 40 വർഷം എവിടെ ജീവിച്ചേ? പാലസിൽ, കൊട്ടാരത്തിൽ. അപ്പോൾ ഇപ്പോൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകളുടെ നിന്നയും പരിഹാസവും. മിണ്ടിയാൽ ആളുകൾ പിറുപിറുക്കുന്നു, കല്ലെറിയാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പം പഴയ ജീവിതം ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വായിക്കുന്നത് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു.
അവിടുന്ന് മോശയേക്കാൾ വലിയവനാ, അതിനേക്കാൾ വലിയ താഴ്ചയാണ് കർത്താവ് എടുത്തത്. സ്തോത്രം. പൗലോസോ എത്ര വലിയ ആളായിരുന്നു, പക്ഷേ അവസാനം വന്നപ്പോൾ ഒരാൾ പോലും പൗലോസിൻ്റെ കൂടെ, അപ്പോസ്തലൻ്റെ കൂടെ ആരുമില്ല. പുതയ്ക്കാൻ പുതപ്പ് പോലുമില്ല, വായിക്കാൻ ചുരുളില്ല, ഒരാൾ പോലുമില്ല. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് അതാ താല്പര്യം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്യും, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് എന്തു ചെയ്യും, പൂരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഞാനൊരു 2 വാക്ക് അതിനോട് ചേർത്ത് പറഞ്ഞെന്ന് മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് ചെറിയ സാറിൻ്റെ അനുഗമിച്ചിടും ഞാനൻ പരനെ. അതിലൊരു സ്റ്റാൻസ് എങ്ങനെയുണ്ട്, വന്നിത പാദ സേവയതൻ അഭിലാഷം നിന്ദിതനായി തീരുകയാണ് അഭിമാനം. എന്താണ്? വന്നിത പാദ സേവയതൻ അഭിലാഷം നിന്ദിതനായി തീരുകയാണ് അഭിമാനം. എന്തൊരു വരികളാണ്! അതൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഈ വേലയിൽ, ശുശ്രൂഷയിൽ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെറിയ സാറ് തന്നെ പാടി, നമ്മളൊക്കെ എല്ലാവരും കുഞ്ഞുങ്ങളടക്കം പാടുന്നതാണല്ലോ. എന്താണ്? നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനി എന്തിനാ? പേരും പ്രശസ്തിയും മാനവും അഭിമാനവും ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ നിരാശരായി പോകും. കർത്താവ് പോയ വഴിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോസ്തലന്മാർ പോയ വഴിയിൽ കൂടെ, അതേ സത്യപ്രവാചകന്മാർ പോയ വഴിയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുക. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പോർഷനിൽ മോശയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ 2ാമത്തെ കാരണം 3-ാം വാക്യത്തിൽ, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മാനത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ, ഭവനം ചമച്ചവനാണ് ആര്? മോശ. അവിടെ എഴുതിയിട്ടുണ്ടോ, മോസസ് ലെഡ് ദ ഹൗസ് ബട്ട് ജീസസ് ബിൽഡ് ഇറ്റ്. മോശ ആ ഭവനത്തിലെ ശുശ്രൂഷകനായിരുന്നു, അത് നയിച്ചയാളാണ്. പക്ഷേ ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാരാ? അത് ഭവനം ചമച്ചവനാരാ? യേശുവാണ്. യേശു എന്തുകൊണ്ടും മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 3ാമത് നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ 5-6 വാക്യങ്ങളിൽ, അവന്റെ ഭവനത്തിലൊക്കെ മോശെ വിശ്വസ്തനായിരുന്നു, അരുളി ചെയ്തവനായിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. മോശ ദൈവഭവനത്തിലെ ഭൃത്യനായിരുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു ഭൃത്യൻ മാത്രമായിരുന്നു ആര്? മോശ. എന്നാൽ യേശുവോ, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും. മതി. ക്രിസ്തു ആരാണ്? മോശ ഭൃത്യനാണെങ്കിൽ ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അധികാരിയാണ്, നാഥനാണ് ആര്? യേശു. മോസസ് വാസ് സുപ്പീരിയർ ടു ഓൾ പ്രോഫറ്റ്സ് ബട്ട് ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് ഓൾ. അവൻ എല്ലാ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായിട്ടാണ് യഹൂദന്മാർ മോശയെ കണക്കാക്കുന്നതെങ്കിൽ അവരുടെ എല്ലാം ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അവർ ശുശ്രൂഷിച്ച ഭവനത്തിൻ്റെ അധികാരിയാണ്, ലോഡാണ് കർത്താവ് എന്ന് ഓർക്കാനായിട്ട് സാധിക്കും. 7 മുതലുള്ള വാക്യങ്ങളിൽ, തുടർന്ന് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ, 4ാമത്തെ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞു പോകട്ടെ. 5-ാം വാക്യത്തിൽ, അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പോൾ മോശ പറഞ്ഞത് എന്താ? മോശ എന്താണ് ശുശ്രൂഷിച്ചത്? അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറഞ്ഞ. മോശ ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞേ? കർത്താവിനെക്കുറിച്ചാണ്, അല്ലേ? നമ്മൾ എമോസിലേക്കുള്ള വഴിയിൽ കൂടെ പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടന്നു. അപ്പോൾ അവർക്ക് സംശയം, ഈ സഹോദരിമാർ വന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷിയൊക്കെ ശരിയാണോ? അത് കേട്ടിട്ട്, അയ്യോ, ഒരു മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ഭ്രമിച്ചു, അവർ ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു,
അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അങ്ങനെ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വിവിരിച്ചു കൊടുത്തു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൂക്കോസ് 24 മുതൽ 44 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പിന്നീട് അവർ വീട്ടിൽ ചെന്ന് കർത്താവ് അവരോട് ചേർന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കർത്താവ് അവർക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും വായിച്ചോട്ടെ മോനെ എടുത്തോ, ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ. അപ്പൊ ഇവരൊക്കെ ആരെ കുറിച്ചാ പറഞ്ഞേ? ആരെക്കുറിച്ചാണ് അരുളി ചെയ്തത്? 5-ാം വാക്യത്തിൽ പറഞ്ഞതാണ്, 3:5 നമ്മൾ വായിച്ചത്. അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറഞ്ഞതാണ്. ആരാ ആള്? യേശു കർത്താവ്. പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് ആര് ചെയ്തത്? മോശ ചെയ്തത്. മോസസ് വാസ് ദ മെസ്സഞ്ചർ, ബട്ട് ജീസസ് ഈസ് ദ മെസ്സേജ്. ആ മെസ്സേജിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകുവാനിരുന്ന, ഈ എബ്രായലേഖനത്തിലൊരു വാക്കാണ് വരുവാനുള്ള നന്മ. ആ നന്മയെക്കുറിച്ച് സാക്ഷ്യം പറയുക മാത്രമാണ് ആര് ചെയ്തത്? മോശ ചെയ്തത്. ആ വരുവാനിരുന്ന നന്മയാണ്, ആ മെസ്സേജാണ്, ആ ദൂതാണ് ആര്? യേശു കർത്താവ്. സ്തോത്രം. അപ്പോൾ യഹൂദന്മാരോട് പറയുക, യഹൂദ വിശ്വാസികളോട് പറയുക, ആരാ ശ്രേഷ്ഠൻ? യേശു കർത്താവാണ് സർവ്വശ്രേഷ്ഠൻ, മോശയല്ല. മോശ ആ ഭവനത്തിൽ, ദൈവഭവനത്തിലെ ഭൃത്യൻ മാത്രമാണ്. യേശു അതിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, യഹൂദന്മാർക്ക് പറ്റിയൊരു തെറ്റതാ. എന്താ യഹൂദന്മാർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രയോറിറ്റി മറന്നു. അവർക്ക് ന്യായപ്രമാണം കൊടുത്തെങ്കിലും അവർ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്താൽ അവർക്ക് രക്ഷ കിട്ടുമെന്ന. ന്യായപ്രമാണത്തിൻ്റെ വക്താക്കളായ സംരക്ഷകരായിട്ട് അവരങ്ങ് വളർന്നു, വലുതായി. ന്യായപ്രമാണം എന്തിനാണോ കൊടുത്തത് അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ രക്ഷകൻ വന്നപ്പോൾ രക്ഷകനെ അവർക്ക് മനസ്സിലായില്ല. രക്ഷകനെ അവരെന്ത് ചെയ്തു? ക്രൂശിച്ചു. അതാണല്ലോ കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ശബത്ത് നിങ്ങൾക്ക് തന്നതാരാ? ഞാനാ തന്നെ എന്നാ പറഞ്ഞേ. സമ്മതിച്ചോ? അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇവിടെ കണ്ടുപോകരുത്, ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വരരുത്. അവർ കല്ലെടുത്തു. അവർക്ക് വെറുപ്പായി. കാരണം അവർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഈ ദൈവമക്കൾക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അടുത്ത പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ 7 മുതൽ ഒടുവിലത്തെ വാക്യം വരെ, 7 മുതൽ ഒടുവിലത്തെ 19ാമത്തെ വാക്യം വരെ ഈ ലേഖനത്തിലെ രണ്ടാമത്തെ മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് ഇത്രയാണ്. നമ്മൾ ആദ്യം ഒരു മുന്നറിയിപ്പ് കണ്ടു, ദൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ്. അതെന്താ? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം ലംഘിച്ചവർക്ക് എന്ത് കിട്ടി? ശിക്ഷ കിട്ടിയെങ്കിൽ, കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നൽകിയ രക്ഷ, ആ അരുളപ്പാട് ലംഘിക്കുന്നവർക്ക് ഒരിക്കലും ശിക്ഷാവിധി ഒഴിഞ്ഞ് പോകുകയില്ല. അതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുക, മോശ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ, മോശ ദൈവഭവനത്തിലേക്ക് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറഞ്ഞ ഭൃത്യനാണല്ലോ. അപ്പോൾ ആ ഭൃത്യൻ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ ലംഘിച്ചവർക്ക് എന്ത് കിട്ടി? ശിക്ഷ കിട്ടി. അങ്ങനെയാണെങ്കിൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാകും. അവർ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ കടക്കുകയില്ല എന്നുള്ളതാണ് ഈ പോർഷനിലെ സന്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുന്നറിയിപ്പ്. നമുക്കൊന്ന് വായിക്കാം. അതിനു മുമ്പ് 6ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ആ പോർഷൻ ഒന്ന് വായിച്ചാട്ടെ. അതായത് 3-ാം അധ്യായത്തിന് 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക.
അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, യേശുവിനെ മനസ്സിലാക്കുമ്പോൾ, യേശു മറ്റാരേക്കാളും തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ്. ആ കാര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അവസാനത്തോളം മുറുകെ പിടിക്കണം. അതായത് ഈ വിശ്വാസത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത് മുറുകെ പിടിക്കുക എന്നുള്ളത് വിശ്വസിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ആര്? പ്രത്യാശയുടെ ധൈര്യവും, 6-ാം വാക്യത്തിൽ, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഭൃത്യനായിരുന്നു മോശെ. ദൈവഭവനം ചമച്ചവനാണ് ആര്? യേശു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട, യഹൂദന്മാരല്ല ദൈവത്തിൻ്റെ ഭവനം. പിന്നെ ആരാ? യേശുവിൽ വിശ്വസിക്കുന്നവരാണ് അവൻ്റെ ഭവനം. ആ ഭവനത്തിലെ അംഗങ്ങളായി, ആ ഭവനമായിട്ട് നിങ്ങൾക്ക് തീരണമെങ്കിൽ, നിങ്ങൾ ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. അവിടെ അതിൻ്റെ ആ ഒരു ടെൻസ് നമ്മൾ നോക്കിയാൽ, ആ കാലം നമ്മൾ നോക്കിയാൽ, ഒന്ന് ശ്രദ്ധിച്ച്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം പിടിച്ചാൽ എന്താ? പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ വരണം? ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ വരണം? അടുത്തത് പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുമെന്നല്ലേ വരണ്ട? ഇംഗ്ലീഷിൽ വായിച്ചു നോക്ക്, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു, അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സെൻറ്റൻസ് ഒരു നമ്മൾ ബൈബിളിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ തിയോളജിക്കലായിട്ട് അത് ചേരുന്നതല്ല. എന്താ കാരണം? പിടിച്ചാലാകും എന്ന് പറഞ്ഞാൽ രക്ഷ ശരിയാവില്ല. രക്ഷ ശരിയാകില്ല. പിടിച്ചാൽ നാം ആകുന്നു, പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ പിന്മാറിപ്പോയി. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പിന്മാറിപ്പോയി എന്ന് പറയുന്നത്. അങ്ങനെ ആ വ്യക്തി അങ്ങനെ മരിച്ചു പോകുന്നു. അപ്പം നമ്മൾ പറയുന്നത് അദ്ദേഹം പിന്മാറിപ്പോയി. പക്ഷെ വചനം പറയുന്നത് ആ വ്യക്തി എന്തല്ല? ദൈവത്തിൻ്റെ ഭവനത്തിൽ അംഗം അല്ലായിരുന്നു. ആയിരുന്നു എന്നിട്ട് അല്ലാതാകുകയല്ല. ആണോ? അങ്ങനെയാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആയിരുന്നു എന്നിട്ട് അവസാനത്തോളം നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ അല്ലാതാകുമെന്നാണോ? അങ്ങനെയാണോ? അല്ലാതാകുമെന്നോ പിടിച്ചാൽ പിന്നീട് ആകുമെന്നോ ഇല്ല. അങ്ങനെയാണോ? മനസ്സിലാവുന്നുണ്ടോ? 14-ാം വാക്യം വായിച്ച്, 14-ാം വാക്യം. കൺഫ്യൂഷൻ ആവശ്യമില്ല, ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. നോക്കിക്കേ, പങ്കാളികളായി തീരുമെന്നാണോ? ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുമെന്നാണോ? പിന്നെന്താ? അവിടെയും പ്രസന്റ് ടെൻസാ. മനസ്സിലാവുന്നുണ്ടോ? രക്ഷയുടെ ഭദ്രതയാണ് അത് കുറിക്കുന്നത്. ഒരാൾ യേശുവിൽ വിശ്വസിച്ചാണ് അവൻ മരണത്തിലേക്ക് പോകുന്നതെങ്കിൽ അവൻ ദൈവഭവനത്തിലെ അംഗമാണ് എന്നാണ്. ഒരു വ്യക്തി അങ്ങനെ ഈ ദൈവകൃപയിലേക്ക് വന്നു എന്ന് നമുക്ക് ഉള്ളിലുള്ള ആൾ പക്ഷേ അങ്ങനെ അല്ലാതായി തീരുന്നുവെങ്കിൽ അവൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആയിരുന്നു, ഇപ്പോൾ അല്ല എന്നുള്ളതല്ല. ഒരിക്കലും അല്ല എന്നുള്ളതാണ് വചനം പറയുന്നത്. അല്ലാതെ അവൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, അവൻ ക്രിസ്തുവിൽ അല്ലാതായി തീർന്നു, നേരത്തെ ആയിരുന്നു, നമുക്കങ്ങനെ തോന്നിയതായിരുന്നു എന്ന് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. എന്ത്? യേശുവാണ് എൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ ജീവൻ ആധാരമായിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്നുള്ളത് അവസാനത്തോളം മുറുകെ പിടിക്കാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ആ മുന്നറിയിപ്പിലേക്ക് പോകാം. 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു.
സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കണ്ടുപെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നത് ആരാണെന്നും കേട്ടിട്ട് മത്സരിച്ചവർ. മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരും വന്നു. 40 ആണ്ട് ആരോട് ക്രോധിച്ചു? പാപം ചെയ്തവരോടല്ലേ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ആണയിട്ട് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. മോശയുടെ ശുശ്രൂഷാകാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ എടുത്തിട്ട് മോശ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ ലംഘിച്ചവർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചു എന്നുള്ളതും, അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ ഭാഗത്ത് നൽകുകയാണ്. ഇവിടെ 95-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് 95-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവം നടന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ ആ പോർഷനിൽ പറഞ്ഞ് നമുക്കതൊന്നും എടുക്കാം. സങ്കീർത്തനം 95 ഒന്ന് എടുക്കാം. എൻ്റെ കൂടെ വരണേ. 95-ാം സങ്കീർത്തനത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയുടെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തെ സത്യം ചെയ്തു. ഒന്ന് നോക്കിക്കേ, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു സംഭവമല്ല, 2 സംഭവങ്ങളാണ്. 8ഉം 9ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മെരീബയിലെ പോലെയും മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. അതെവിടെ നടന്നതാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചാൽ 7-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ആ സ്ഥലത്തിന് എന്ത് പേരിട്ടു? മസ എന്നും മെരീബ എന്നും പേരിട്ടു. അതായത് റെഫദീമിൽ ചെന്നപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മോശയ്ക്കും ദൈവത്തിനും എതിരായിട്ട് എന്ത് ചെയ്തു? കലഹിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഈ 2 പേര് വിട്ടു. എന്താണ്? കലഹം, അതായത് മെരീബ എന്നും മസ എന്നും പേരിട്ടു. കലഹിച്ചു എന്നവിടെ പറയുന്നത്, മത്സരിച്ചു എന്ന 2 വാക്ക് നമ്മളവിടെ കാണുന്നുണ്ട്. അത് റെഫദീമിൽ വെച്ച് നടന്നതാണ്. എന്നാൽ ആ സ്ഥലത്ത് നമ്മൾ ഈ കാര്യം കാണുന്നില്ല. 10-ാമത്തെ വാക്യം 3:10 പറയുന്ന 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ. അത് അവിടെ വെച്ച് സത്യം ചെയ്തോ? അവിടെ വെച്ച് പറഞ്ഞോ? ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വന്ന റെഫദീമിൽ വെച്ച് ദൈവം അത് പറഞ്ഞിട്ടില്ല. അതെവിടെ വെച്ചാണ് പറഞ്ഞേ? ഈ 40 വർഷത്തെ ഒരു സംഭവം എവിടെ വരുന്നേ? ഓർമ്മ കാണും, നിങ്ങൾക്ക് ഓർമ്മ കാണും. ഓർമ്മ വരുത്തണമല്ലോ നമുക്ക്. എവിടാ? അത് കാദേശ് ബർന്നയ എന്ന് പറയുന്ന സ്ഥലത്താണ്. മിസ്രൈമിൽ നിന്ന് അവർ യാത്ര ചെയ്ത് ഏകദേശം 1 മാസത്തോളം യാത്ര ചെയ്ത് കാദേശ് ബർന്നയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തി. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ നിങ്ങളൊന്ന് കുറിച്ച് വെച്ച് വീട്ടിൽ പോയിന്ന് വായിക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇടയ്ക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അവിടെ ഒന്നെടുത്ത് വെച്ചോളൂ. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത്
ആ കാദേശ് ബർന്നയിൽ എത്തിയപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തിട്ട് മോശെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. 12 പേരെ തിരഞ്ഞെടുത്ത് അവരെന്ത് ചെയ്തു? എൻ്റെ കൂടെ ഒന്ന് പറയാമോ? എന്ത് ചെയ്തു? ദേശം ഒറ്റുനോക്കാനായിട്ട് അയച്ചു. അവരെത്ര പേരുണ്ട്? 12 പേര്. എന്താ 12 പേര്? 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് 12 പേരെ തിരഞ്ഞെടുത്ത് ദേശം ഒറ്റുനോക്കാൻ പോയി. അവർ പോയി ദേശം ഒറ്റുനോക്കി മടങ്ങി വന്നു. എത്ര ദിവസം കൊണ്ട് ഒറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നേ? എത്ര ദിവസം കൊണ്ടാണ്? 40 ദിവസം കൊണ്ടാണ് ഒറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നത്. അവർ ചെന്ന് നോക്കിയപ്പോൾ വളരെ ഫലഭൂയിഷ്ടമായ ദേശം. അത് അവർ തിരിച്ചു വന്ന് പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്, മനോഹര ദേശമാണ്. അവിടെ എഴുതിയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വള്ളിയോടുകൂടെ ഒരു മുന്തിരിക്കൊല പറിച്ചെടുത്തിട്ട് ഒരാൾക്കത് ചുമന്നു കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട് അവർ തണ്ടിന്മേൽ വെച്ച് കെട്ടി 2 പേർ ചേർന്നാണ് അതിനെന്ത് ചെയ്ത്. അവരങ്ങനെ അത്തിപ്പഴവും മറ്റ് ഫലങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ജനത്തെ കാണിച്ചു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞ ഈ 12 പേര് പോയി വന്നതിൽ നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ അവരോട് വിളിച്ചു പറഞ്ഞതെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്തു പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിലെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവരോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികാരിന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്കി മലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. 14-ാം അധ്യായത്തിന് 1-ാം വാക്യം. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപെറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിൻ്റെയും മുമ്പാകെ കവിണ്ണു വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 12 പേര് പോയി വന്നതിൽ 10 പേരെന്ത് പറഞ്ഞു? അവിടെ എഴുതിയിട്ടുണ്ട്, ആ വാക്ക് പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താ? 10 പേര് ദുർവർത്തമാനം പറഞ്ഞു. 2 പേരെന്ത് പറഞ്ഞു? നമ്മൾ എബ്രായ ലേഖനം 4:1 അതുണ്ട്. 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് നോക്കിക്കേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ അടുത്ത വാക്യത്തിൽ സദ്വർത്തമാനം കേട്ടവരായത്. അവർ രണ്ടും കേട്ടു. ഈ ഇസ്രായേൽ സഭ മുഴുവനും, ഇസ്രായേൽ മക്കൾ മുഴുവനും ഏകദേശം ഒരു 30 ലക്ഷത്തിലധികം ആളുകൾ ഈ 2 വർത്തമാനം, 2 സന്ദേശവും കേട്ടു. സുവിശേഷവും കേട്ടു, ദുർവർത്തമാനവും കേട്ടു. സദ്വർത്തമാനം എന്താ? സുവിശേഷവും കേട്ടു,
ദുർവർത്തമാനം അവർ കേട്ടു. പക്ഷെ ദുർവർത്തമാനം പറഞ്ഞവരെ കൂടുതൽ. 12 പേര് പോയി വന്നതിൽ 2 പേരെ എന്ത് പറഞ്ഞുള്ളൂ? സുവിശേഷം പറഞ്ഞുള്ളൂ, സദ്വർത്തമാനം പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവൻ ബാക്കി 10 പേര് എന്ത് പറഞ്ഞു? ദുർവർത്തമാനം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര് പറയുന്നത് വിശ്വസിക്കും? ഭൂരിപക്ഷം പറയുന്നത് എന്ത് ചെയ്യും? വിശ്വസിക്കും. അതാ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവർ ഈ 10 പേര് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ എന്തുണ്ടായി? അവർ കരഞ്ഞു. നമ്മൾ 14-ാം അധ്യായത്തിൽ വായിക്കുന്ന അവർ കരഞ്ഞു. ജനം മുഴുവൻ എന്ത് ചെയ്തു? ഇസ്രായേൽ സഭ മുഴുവനും ആ രാത്രിയിൽ കരഞ്ഞു. അവർ കരഞ്ഞതിലല്ല കുഴപ്പം, കരഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തെ, അല്ലെങ്കിൽ ദൈവം അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാക്കുകളെ അവരെന്ത് ചെയ്തു? അവിശ്വസിച്ചു. 10 പേര് പറഞ്ഞ സുവിശേഷം, സദ്വർത്തമാനം അവർ വിശ്വസിച്ചില്ല. അതാണ് അവരുടെ പാപം. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനി നിങ്ങൾ പിന്നീട് ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി. 2 അധ്യായം വായിക്കണം വീട്ടിൽ പോയി. ദൈവം പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യില്ല? നിങ്ങളെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. 40 ദിവസം കൊണ്ട് ഈ 12 പേര് പോയി ദേശം ഒറ്റുനോക്കി വന്നതിനാൽ 40 ദിവസത്തിന് ഒരു ദിവസത്തിന് 1 വർഷം എന്ന വണ്ണം 40 ദിവസത്തിന് എന്ത്? 40 വർഷം നിങ്ങളെൻ്റെ അകൽച്ച അറിയും. നിങ്ങളെൻ്റെ അകൽച്ച അറിയും. ദൈവത്തിൻ്റെ അകൽച്ച എന്ന് പറയുന്നത് ആ വാക്ക് നമ്മളൊന്ന് ആഴമായി പഠിക്കേണ്ടതാണ്. എൻ്റെ അകൽച്ച നിങ്ങൾ, കാരണം ദൈവം പറയുന്നുണ്ട്, മുമ്പിലും പിൻപിലും ദൈവം അവരെ എന്താ പറയുന്നത്, കൊണ്ടു നടക്കുകയാണ്. കയ്യിലാണ് അവരെ കൊണ്ടു നടന്നത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ചിറകിന്മേൽ വഹിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ടു നടക്കുകയായിരുന്നു. ഒരു അപ്പൻ വഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ കൊണ്ടു നടക്കുക. അപ്പോൾ ദൈവം പറയും, ഇനി നിങ്ങളെ എൻ്റെ അകൽച്ച അറിയാനായിട്ട്, അതിൻ്റെ കാരണം നിങ്ങൾ എന്നിൽ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ഈ പോർഷനിൽ, അതായത് 95-ാം സങ്കീർത്തനം ഉദ്ധരിച്ചിരിക്കുന്നിടത്ത് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ 3:10 വായിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അവർ അറിയാത്തവരെന്നും. എപ്പോഴും തെറ്റിപ്പോകുന്നവരും എൻ്റെ വഴികളെ അറിയാത്തവർ. എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഇപ്പോൾ രഫിദീമിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ ഉടനെ ചെയ്യുന്നത് എന്താ? മോശയ്ക്കെതിരെ പിറുപിറുക്ക്. ഇവിടെ കൊല്ലാനാണോ? വെള്ളമില്ലാതെ ദാഹിച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? പിറുപിറുക്കുന്നു. അപ്പോൾ കുറച്ച് ബാക്കിലേക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു 10-25 ദിവസം മുന്നേ നടന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കുന്നില്ല, അത് ഓർക്കുന്നില്ല. 78-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരെൻ്റെ പ്രവൃത്തികളെ വേഗത്തിൽ മറന്നു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളങ്ങനെയല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്യും? ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും നന്മകളൊക്കെ നമ്മളെന്ത് ചെയ്യും? ഇപ്പം നാളത്തെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ പലപ്പോഴും ഈ അവിശ്വാസവും സംശയമൊക്കെ വരുന്നത് ഇന്നത്തെ കാര്യത്തിൽ അല്ലെങ്കിൽ നാളത്തെ കാര്യത്തിലൊന്നുമല്ല. പിന്നെന്താ? കൂടുതൽ എന്ത് കാര്യത്തിലാണ്? ഒന്ന് പറഞ്ഞേ. 10 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? സംശയിക്കുകയും ഭയപ്പെടുകയും അവിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. നാളെ അരിയില്ലാഞ്ഞിട്ട് ഇല്ല എന്നുള്ളതിനെക്കുറിച്ചാണോ പ്രയാസം? നാളത്തെക്കുറിച്ച് ഇവിടെ ആരും അധികം ഭാരപ്പെടുന്നവരുണ്ടാകുകയില്ല. പക്ഷെ നമ്മൾ കൊച്ചിൻ്റെ കാര്യം എന്താവും, കുഞ്ഞിൻ്റെ കാര്യം എന്താവും, ആ കൊച്ചിൻ്റെ പഠനം എന്താകും, വിവാഹം എന്താകും, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യം എന്താകും. ഇന്നലെ ദൈവം നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുക? അതാ പറഞ്ഞിരിക്കുക, അവരെൻ്റെ പ്രവൃത്തികളെ വേഗത്തിൽ മറന്നു. ദൈവത്തിലുള്ള അവിശ്വാസം അവിടെ ഈ 2 ഭാഗത്തും, പുറപ്പാട് ദിവസം 17-ലും സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിലും ദൈവത്തിൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അവരുടെ കുറ്റമായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3-ാം അധ്യായത്തിൽ വരാം. എബ്രായ ലേഖനം 3 അവിടെ. എന്നിട്ട് ആ പോർഷനിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. എന്താ മുന്നറിയിപ്പ്? 12-ാം വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഈ എബ്രായ ലേഖനം പഠിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലേഖനത്തിൻ്റെ അനുവാചകർ, സ്വീകർത്താക്കൾ
എല്ലാവരും പൂർണ്ണമായി വിശ്വസിച്ചവരാണ് എന്ന് ലേഖനകർത്താവിന് വിശ്വാസം ഇല്ല. എല്ലാവരും ശരിയായ യേശുക്രിസ്തുവിൻ്റെ സർവ്വശ്രേഷ്ഠതയിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരാണെന്നുള്ള ബോധ്യം ലേഖനകർത്താവിന് ഇല്ല. അതുകൊണ്ട് പല വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലയിടത്ത് നാമെന്നും സർവനാമങ്ങൾ നോക്കിയാൽ മതി, അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കേ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും. അപ്പം ചിലർക്കൊക്കെ എന്തുണ്ട്? ഒരു സംശയം, ഒരു ആടി ഉലയുന്നുണ്ട്, പിന്തിരിഞ്ഞുള്ള നോട്ടമുണ്ട്. അവിടെ തന്നെ നോക്കിയാൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. 13-ാം വാക്യം, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരും. ഇത് 4-ാം അധ്യായത്തിന് 1-ാം വാക്യം നോക്കിയാൽ 4:1 ഇതേ പോർഷനാ തുടരുക, ഇതേ കാര്യം. അതായത് അവിശ്വാസത്താൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ പോയെന്നുള്ള പോർഷൻ തുടരുമ്പോൾ 4:1 പറയുന്നു നോക്കിയേ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക, നാം ഭയപ്പെടുക. കണ്ടോ? അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും, ഈ കേൾവിക്കാരിൽ പലരും ഇങ്ങനെ ആടി ഉലയുന്ന ആളുകളാണ്, കൂട്ടത്തിൽ പൂട്ടുന്ന ആളുകളാണ്, കൂട്ടത്തിൽ വന്ന ആളുകളാണ്. നമ്മൾ ഈ പിന്മാറിപ്പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെന്ത് ചെയ്തിട്ടില്ല? ശരിക്കും എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല, ശരിയായി വിശ്വസിച്ചിട്ടില്ല. അവിശ്വാസത്തിൻ്റെ ഒരു ദുഷ്ടഹൃദയം ഉണ്ട്. ഈ ദുഷ്ടഹൃദയം എന്നാണ് പറയുന്നത് അല്ലേ? അവിശ്വാസമുള്ള ഏറ്റവും വലിയ പാപം ഏതാ? ആദ്യത്തെ പാപം ഏതാ? ആദ്യത്തെ പാപം അവിശ്വാസമാണ്. നമ്മൾ പറയുന്ന അനുസരണക്കേടെന്നാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അനുസരണക്കേടിൻ്റെ അത് 18-ാം വാക്യത്തിൽ 16 മുതൽ ഞാൻ വായിക്കുക മോനെ, സോറി. അതായത് മിസ്രൈമിൽ നിന്ന് ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ, മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അപ്പോൾ ഇവർ ആരാ? അനുസരണം കെട്ടവരാണ്. പക്ഷേ ഈ അനുസരണക്കേടിലേക്ക് ദൈവം അവരുടെ അനുസരണക്കേട് നിമിത്തം അല്ല അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ പോയതവർ ആണോ? തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എവിടെ? സ്വസ്ഥതയിൽ, കനാൻ ദേശമാകുന്ന സ്വസ്ഥതയിൽ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സ്വസ്ഥതകൾ എന്താണെന്നുള്ളത് 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവർക്ക് ഒരു രാഷ്ട്രമെന്ന നിലയിൽ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ദൈവം ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരുക്കിയിരുന്ന സ്വസ്ഥതയാണിത്, കനാൻ ദേശം. ആ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കാൻ അവരെന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. ദൈവം പറഞ്ഞ കാര്യം എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. ഈ പുതിയ നിയമകാലത്തും അത് തന്നെയാണ്. ദൈവം പറഞ്ഞത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പം അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപം. ദൈവം അതാ കണക്കാക്കുന്നത്. ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? അവിശ്വാസം. അവിശ്വാസമാണ് എന്തിലേക്ക് നയിച്ചത്? അനുസരണക്കേടിലേക്ക്. ആര് പറഞ്ഞു വിശ്വസിച്ചു? സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ പറഞ്ഞു മരിക്കില്ല, ധൈര്യമായിട്ട് കഴിച്ചോ, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അവിടെ ഒരു വാക്കുണ്ട്, നമ്മളിപ്പോൾ വായിച്ചെടുത്ത ഒരു വാക്ക്. എവിടെയാ വാക്ക്? 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ. പാപം അങ്ങനെയാ, ഇല്ലാത്ത കാര്യങ്ങളെ കാണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. റോമാലേഖനത്തിലുണ്ടല്ലോ 7-ാം അധ്യായത്തിൽ, പാപം കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്നാണ്. നമുക്ക് തോന്നും അങ്ങനെ ഇങ്ങനെ പോയാൽ നല്ലതാ. അത് സ്ത്രീ കണ്ടു, എന്ത് കണ്ടു? ഫലം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ. അത് കിട്ടിയോ? എന്നിട്ട് കിട്ടിയോ? ഉണ്ടായിരുന്നത് കൂടെ എന്ത് ചെയ്തു? നഷ്ടമായി.
ദൈവം എല്ലാം കൊടുത്തു. പക്ഷേ സാത്താൻ വന്ന് എന്താ പറയുന്നത്, ഒരു ഉണ്ടെന്ന് തോന്നിപ്പിച്ചു. ഇത് സാത്താൻ്റെ പണി അതാ, നമ്മളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി അതാ. ഏത്? അസംതൃപ്തി. ദൈവം നമുക്കെല്ലാം തന്നിട്ടും നമുക്ക് ആവശ്യമായതൊക്കെ തന്നിട്ടും എന്താ പറയുന്നത്, ഒരു കണ്ടൻമെൻ്റ് ഇല്ലാതാക്കുക. നമ്മളൊരിക്കലും സംതൃപ്തി ഇല്ലാതാക്കുക. എന്തോ ഒരു കുറവുണ്ട്, എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ഇല്ല എന്നൊരു തോന്നലുണ്ടാക്കുക. സാത്താൻ അതാ ചെയ്തത്. അപ്പോൾ ആ തോന്നൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് പണിയെടുക്കുന്നുണ്ട് സാത്താൻ. ഈ ചാറ്റിങ് ആരായിട്ട്? ഹവ്വയായിട്ട് നടത്തുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരാളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ലല്ലോ. കഴിയുമോ? പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നിങ്ങൾ എന്നും നടക്കുന്ന, വെയിലാറുമ്പോൾ നടക്കുന്ന, നിങ്ങൾക്കിതെല്ലാം തന്ന ദൈവം ആൾ ശരിയല്ല എന്നങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ കുറേ നാളായിട്ട് ഇത് നടത്തുക. പാപത്തിൻ്റെ ചതിയാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ആ ഏകാഗ്രത ദൈവത്തിൽ നിന്ന്, കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന്, കർത്താവിലുള്ള ആശ്രയത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ കഠിനമാക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. അവരെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവർക്ക് എല്ലാം കൊടുത്ത ദൈവത്തെ തള്ളിപ്പറയണമെങ്കിൽ, അവിശ്വസിക്കണമെങ്കിൽ ഒരു കഠിനമായ അവിശ്വാസമുള്ള ഒരു കഠിന ഹൃദയം. അതാണ് ഇസ്രായേൽ മക്കൾക്കും പറ്റിയത്. ഈ 10 ബാധകളൊക്കെ വരുത്തി അത്ഭുതകരമായിട്ട് നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈകൊണ്ടും ദൈവം അവരെ അന്നത്തെ അമേരിക്കയുടെ കയ്യിൽ നിന്ന്, ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് അവർ വിടുവിച്ചു കൊണ്ടുവന്നൊക്കെ അവർക്കറിയാം. പക്ഷേ ഓരോ സമയത്തും അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവിശ്വസിച്ചുകൊണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്ത 5 പാപങ്ങൾ അവിടെ കാണുന്നുണ്ട്. മോഹിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, പരസംഗം, പിറുപിറുപ്പ്, പിന്നെന്താ ഒരെണ്ണോടെ ഉണ്ടല്ലോ, എന്താണ് 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പിറുപിറുപ്പ്, ദൈവത്തെ പരീക്ഷിച്ചു. പരീക്ഷിച്ചു. അപ്പോൾ 5 പാപങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിൽ, നമ്മളത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പാപങ്ങളെല്ലാം എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? അവിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം കാരണം. അവിശ്വാസം, ദുർമോഹം, അവിശ്വാസമാണ്. ദൈവം എനിക്ക് ആവശ്യമായതൊക്കെ തരും. അവർക്ക് ആഹാരമില്ല, വിശന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും എന്നവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവിശ്വാസം നിമിത്തം അവർക്ക് എവിടെ കയറാൻ കഴിഞ്ഞില്ല? കനാൻ ദേശത്ത് പ്രവേശിക്കാൻ. ദൈവത്തിൻ്റെ സ്വസ്ഥത, ദൈവം അവർക്ക് സ്വസ്ഥത. ആ വാക്ക് എന്തൊരു വാക്കാന്ന് നോക്കണം. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ല. ദൈവം അവർക്ക് ഒരുക്കിയ സ്വസ്ഥതയാണ്. അവരവിടെ കിടന്ന് അടികൊണ്ടവരാണ്. കഴിക്കാൻ ശരിയായ ആഹാരമില്ലാതെ, ഒരു ആശ്വാസമില്ലാതെ അവർ നിലവിളിച്ച ആളുകളാണ്. അവിടെ നിന്ന് ദൈവം അവരെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവരെന്താ പറഞ്ഞേ? ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ, ഇവിടെ ഞങ്ങൾ മരിക്കേണ്ടി വരും. നമ്മൾ വായിച്ചതല്ലേ സംഖ്യാപുസ്തകം 14. അപ്പോൾ ദൈവം ഈ 15-ാം അധ്യായത്തിൽ സംഖ്യയിൽ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മക്കൾക്ക്, നമ്മൾ മക്കളെ ചൊല്ലിയാണല്ലോ കൂടുതൽ. അപ്പോൾ ദൈവം അവരോട് പറയുക, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മക്കൾ ഇവിടെ മരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളെന്ത് ചെയ്യും? എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും. നിങ്ങൾ കയറില്ല, നിങ്ങൾ അവിശ്വസിച്ചില്ലേ. 20 വയസ്സിന് മുകളിലേക്കുള്ള ഒറ്റയാൾ കയറിയില്ല, 2 പേരെ കയറിയുള്ളൂ. ആരൊക്കെയാണ്? യോശുവയും കാലേബും. എന്താ കാരണം? സിമ്പിളാണ്, അവർ വിശ്വസിച്ചു. അവരാ 12 പേരിലുണ്ടായിരുന്നതിൽ 2 പേരാണ്. അവർ 2 പേര് പറഞ്ഞു, നമ്മുടെ ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തം എന്ത് ചെയ്യും? നിവർത്തിക്കും. നമുക്ക് ദൈവം അത് തരും എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നമുക്ക് തരളിതമാക്കാം. എന്തിനാ? ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ. നമ്മളെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചു. എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്ന ആ സ്വസ്ഥതയിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്തു?
പ്രവേശിപ്പിച്ചു. അടുത്ത ആഴ്ച നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. അപ്പോൾ തന്നെ ദൈനംദിന ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഈ രക്ഷയുടെ കാര്യമുണ്ടല്ലോ, നമ്മൾ ആ റോമാലേഖനം ഗലാത്യലേഖനമൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെടാൻ ഒന്നും ചെയ്യേണ്ടാത്തതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. ഇന്നും വല്ല ചെയ്യണോ? ചെയ്യണ്ട. വിശ്വസിച്ചാൽ മതി. ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. വിശുദ്ധമായി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഒരാൾ നമുക്ക് വേണ്ടിയുള്ളത്. അപ്പം നമ്മൾ അവനിൽ എന്ത് ചെയ്യുക? വിശ്വാസത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും ഉള്ള ആശ്രയം. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും എന്ത് ചെയ്യുക? ആശ്രയിക്കുക. രാവിലെ എഴുന്നേറ്റ് പറയുക, കർത്താവേ, കുഴപ്പം പിടിച്ച ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ മക്കളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങളുടെ സഭയിലുള്ള മക്കളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? കാക്കണം. അപ്പോൾ ദൈവം നമ്മളെ വിശുദ്ധമായിട്ട് ജീവിക്കാൻ സഹായിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള ആ അചഞ്ചലമായ ഹൃദയപൂർവമായ വിശ്വാസം നമുക്ക് എന്ത് കൊണ്ടുവരും? സ്വസ്ഥത കൊണ്ടുവരും. ദൈവം നമ്മെ വചനങ്ങളാൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് സകല പ്രവാചകന്മാരെക്കാൾ, പ്രത്യേകാൽ പ്രവാചകന്മാർ ശ്രേഷ്ഠനായ മോശയേക്കാൾ ശ്രേഷ്ഠനാകിയാൽ നമ്മുടെ കർത്താവിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാം. മോശ മുഖാന്തരം അരുളി ചെയ്ത വചനം അനുസരിക്കാത്തവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എങ്കിൽ അവനിൽ വിശ്വസിച്ചവർ നിശ്ചയമായും ആ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.